രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിലുള്ള ആളല്ല. MLA നിലയിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിലില്ലാത്ത ഒരാളെന്ന നിലയിൽ അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയാനാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കോൺഗ്രസ് മറുപടി പറയുക? കാരണം സഭയിലെ രാഹുലിന്റെ സാന്നിധ്യം കോൺഗ്രസിനെ ഒരു പ്രതിനിധിത്വത്തിലാകില്ലേ? അദ്ദേഹം ആയിരുന്നില്ല സ്വയം. ഇല്ല, കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് പാർട്ടിയിലെ അംഗമല്ല. അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുന്നോ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനുള്ളത്? പാർട്ടിയുടെ ഒരു MLA ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ കഴിയും? പക്ഷേ പ്രതിപക്ഷ ആ ചോദ്യത്തിന് പ്രതിപക്ഷ ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ്. അല്ല, ഞാന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിന്റെ നേതാക്കളുമായിട്ടോ അതിന്റെ അഖിലേന്ത്യാ നേതാക്കളുമായിട്ടോ അല്ല, എനിക്ക് കോൺഗ്രസിന്റെ കാര്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാടാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ യൂത്ത് കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളാണ്. ഒന്ന് ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് നേരത്തെ മുതൽ ഇക്കാര്യത്തിലോട് നിലപാട് രാഹുൽ സഭയിൽ എത്തേണ്ടതില്ല എന്ന നിലപാടാണ്